എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കലഞ്ഞൂർ ഉത്സവം കൂടാനായിട്ട് പോവുകയാണ്. നവനീതിൻ്റെ വീട് കലഞ്ഞൂരമ്പലത്തിൻ്റെ അടുത്താണ്. ഞാനും ലാവണ്യയും നവനീതും മീനും ഒക്കെ കൊണ്ടൂർ ട്യൂഷനുള്ളപ്പോൾ തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. 2008 ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. ഇപ്പോൾ ഏകദേശം 16 വർഷത്തോളം ആയി. നമ്മൾ പറയാറില്ലേ, നമ്മുടെ സ്കൂൾ ലെവലിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവർ വെറും ഫ്രണ്ട്സ് അല്ല, ഫാമിലി പോലെയാണെന്ന്. അത് ശരിക്കും സത്യമാണ് കേട്ടോ. ഞങ്ങൾ ശരിക്കും ഒരു ഫാമിലി പോലെയാണ്. അങ്ങനെ ഞങ്ങൾ നവനീതിൻ്റെ വീട്ടിലെത്തി. ചായ കുടിയൊക്കെ കഴിഞ്ഞു. ദേവുട്ടി ആദ്യമേ കുറച്ചൊരു മൂശേട്ടയിലായിരുന്നെങ്കിലും പിന്നെ ആൾ ഓക്കെ ആയി. പിന്നെ ഞങ്ങളെല്ലാം കൂട്ടിയിട്ട് നടന്നാണ് അമ്പലത്തിലോട്ട് പോയത്. വീടിൻ്റെ തൊട്ടടുത്താണ് അമ്പലം, അപ്പം നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഞങ്ങളുടെ പ്രദേശത്തെ ലാസ്റ്റ് ഉത്സവമാണ് കലഞ്ഞൂരമ്പലത്തിലെ ഉത്സവം. ഇതോടുകൂടി ഈ വർഷത്തെ ഉത്സവങ്ങൾക്കൊക്കെ ഒരു സമാപനമായി. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. പുറത്ത് എഴുന്നള്ളിക്കുകയായിരുന്നു ഭഗവാനെ. അപ്പം അതൊക്കെ കണ്ടു. ഞങ്ങൾ വിഷുവിൻ്റെ തലേന്നാണ് കേട്ടോ അമ്പലത്തിൽ പോയത്. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കണി വയ്ക്കാനായിട്ട്. ഞാനും ലാവണ്യയും കൂടെ അമ്പലത്തിലോട്ട് പോയി. ഏട്ടയും നവിയും ദേവുട്ടനും കൂടെ ഫ്രൂട്ട്സ് വാങ്ങാനായിട്ട് പോയി. ഞങ്ങൾ അവിടെ ചെന്നപ്പം ഭഗവാനെ പുറത്ത് എഴുന്നള്ളിക്കുന്ന ചടങ്ങായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം നിന്നു. എഴുന്നള്ളിപ്പിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതേത് കലാരൂപമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പം അതൊക്കെ കണ്ടിട്ട് അങ്ങനെ നിന്നു. നവനീതിൻ്റെ അമ്മയ്ക്ക് കലഞ്ഞൂർ ഒരു കടയുണ്ട്, പെറ്റ് പാർക്ക്. പെറ്റ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. അവരുടെ ഫുഡ്, ആക്സസറീസ്, പിന്നെ അവർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന കോമ്പ്, പിന്നെ സോപ്പ്, ഷാമ്പു, അങ്ങനെ എല്ലാം ഉള്ള ഒരു കടയാണത്. ഏട്ടൻ നവനീതമൊക്കെ ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ട് തിരിച്ചെത്തി. ഇനി ഞങ്ങൾ കടകളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഷോപ്പിംഗ് ഒന്നും വലിയ കാര്യമായിട്ട് നടത്തിയില്ലെങ്കിലും നമുക്കിതൊക്കെ ഒന്ന് കാണുക എന്ന് പറയുന്നതാണല്ലോ ഉത്സവത്തിൻ്റെ ഒരിത്. എനിക്കിങ്ങനെ ഉത്സവത്തിൻ്റെ കടകളൊക്കെ കണ്ട് കമ്മലും വളയും മാലയും ബലൂണും ടോയ്സും ഒക്കെ ഇങ്ങനെ കണ്ട് നടക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ചിലർക്ക് ഉത്സവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പരിപാടികളായിരിക്കുമല്ലോ മെയിനായിട്ട് ഇഷ്ടം. ഗാനമേള കാണാൻ പോവുക, അല്ലെങ്കിൽ നൃത്തസന്ധ്യ, അങ്ങനെ പാട്ട്, ഇതൊക്കെ ആയിരിക്കുമല്ലോ ഇൻട്രസ്റ്റ്. പക്ഷേ എനിക്കിതുപോലെ ഇതൊക്കെ ഇങ്ങനെ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഇങ്ങനെ കണ്ട് നടക്കാനാണ്. അപ്പോൾ അങ്ങനെ ഉത്സവമൊക്കെ കണ്ടിട്ട് തിരിച്ച് ഞങ്ങൾ നവനീതിൻ്റെ വീട്ടിലെത്തി. ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോയി. ചെന്നിട്ട് വേണം വിഷുക്കണിയൊക്കെ ഒരുക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്